നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. നടൻ ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തി. ലഹരി ഉപയോഗിച്ചതിനും ഗൂഢാലോചനയ്ക്കുമെതിരെയാണ് കേസെടുത്തത്. മണ്ണുത്തി വടക്കഞ്ചേരി ദേശീയപാതയിലെ പന്നിയങ്കര ടോൾ പ്ലാസയിൽ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്ക് സൌജന്യ പാസ് അനുവദിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാകുന്നു. 7.5 മുതൽ 9.5 കിലോമീറ്റർ വരെ ദൂരത്തിൽ സൌജന്യ യാത്ര അനുവദിക്കുമെന്ന് സർവകക്ഷി യോഗത്തിൽ കരാർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയിരുന്നുവെങ്കിലും ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ലെന്ന് ആക്ഷേപം. വിലിങ്ങന്നൂരിൽ കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ മധ്യവയസ്കന് പരിക്കേറ്റു. പായ്ക്കണ്ടം സ്വദേശി കുഴിങ്ങാട്ടിൽ മനോജിനാണ് പരിക്കേറ്റത്. പ്രത്യാശയുടെ സന്ദേശവുമായി വിശ്വാസികൾ നാളെ ഈസ്റ്റർ ആഘോഷിക്കും. യേശുക്രിസ്തു കുരിശിലേറിയ ശേഷം 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന്റെ സ്മരണ പുതുക്കലാണ് ഈസ്റ്റർ. ഇന്ന് രാത്രി പള്ളികളിൽ പ്രത്യേക തിരുക്കർമ്മങ്ങൾ നടക്കും. കടങ്ങോട് മല്ലൻകുഴി നീർത്തട പദ്ധതി യാഥാർത്ഥ്യമാകുന്നു. ഗ്രാമീണ ടൂറിസം ലക്ഷ്യമിട്ട് കടങ്ങോട് പഞ്ചായത്താണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കൊടകര പേരാമ്പ്രയിൽ ദേശീയപാത സർവീസ് റോഡിലുള്ള കലുങ്ക് പാലത്തിനോട് ചേർന്ന് സുരക്ഷ ഭിത്തിയില്ലാത്തത് അപകട ഭീഷണിയാകുന്നു. പേരാമ്പ്ര പെട്രോൾ പമ്പിന് സമീപം തോടിനു കുറുകെ നിർമ്മിച്ച കലുങ്ക് പാലത്തിലാണ് അപകട ഭീഷണിയുള്ളത്. എരുമപ്പെട്ടി കോട്ടപ്പുറത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. കോട്ടപ്പുറം പാലത്തിന് സമീപത്തെ വളവിൽ ഇന്ന് പുലർച്ചെയാണ് അപകടമുണ്ടായത്. തിരുവിലാമലയിൽ കാറിടിച്ച് കാൽനട യാത്രികനായ വയോധികന് പരിക്കേറ്റു. തോഴൂർ വീട്ടിൽ 70 വയസ്സുള്ള രാജനാണ് പരിക്കേറ്റത്. ജബൽപൂരിൽ വൈദികർക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്തോലിക്ക കോൺഗ്രസ് പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കുറുമാൽ സെന്റ് ജോർജ് പള്ളിയിൽ നടന്ന പ്രതിഷേധ കൂട്ടായ്മ വികാരി ഫാദർ ഡോക്ടർ സേവിയർ ക്രിസ്റ്റി പള്ളിക്കുന്നത്ത് ഉദ്ഘാടനം ചെയ്തു. ഏഷ്യ കപ്പ് ബേസ്ബോൾ വുമൻസ് ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് ചേർപ്പ് പെരുമ്പുള്ളശ്ശേരി സ്വദേശിനി PS ശ്രീപാർവതി. സൂരജ് മബിത ദമ്പതികളുടെ മകളായ ശ്രീപാർവതി തൃശൂർ സെന്റ് മേരീസ് കോളേജ് 1-ാം വർഷ വിദ്യാർത്ഥിനിയാണ്. തിരുവിലാമല ആക്കപ്പറമ്പ് ശ്രീ മാരിയമ്മൻ പൂജ മഹോത്സവത്തിന് കൊടിയേറി. ക്ഷേത്രം പൂജാരി ജയറാം ഭട്ട് കൊടിയേറ്റ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഈ മാസം 24 വരെയാണ് പൂജ മഹോത്സവം. 2000 രൂപയ്ക്ക് മുകളിലുള്ള UPI ഇടപാടുകൾക്ക് GST എന്ന പ്രചരണം തള്ളി കേന്ദ്ര ധനമന്ത്രാലയം. ഇത്തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത പൂർണ്ണമായും വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണെന്ന് കേന്ദ്ര ധനമന്ത്രാലയം. വഖഫ് ഭേദഗതി ബില്ലിനെതിരെ സമസ്ത തൃശൂർ ജില്ലാ കമ്മിറ്റി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന ബഹുജന റാലിയുടെ ജില്ലാതല പ്രചരണ ഉദ്ഘാടനം ചെറുതുരുത്തിയിൽ നടന്നു. അഡ്വക്കേറ്റ് ഷമീം അൻവരി ഉദ്ഘാടനം ചെയ്തു. കരിക്ക് കച്ചവടത്തിന്റെ മറവിൽ കഞ്ചാവ് കച്ചവടം ചെയ്തയാളെ പാവറട്ടി പോലീസ് പിടികൂടി. പെരുവല്ലൂർ കോട്ടപ്പാടം സ്വദേശി അരീക്കര വീട്ടിൽ പ്രദീപിനെയാണ് പാവറട്ടി SI അനുരാജിന്റെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടിയത്. ആർത്താട് സ്വദേശി ഫുട്ബോൾ കളിക്കിടെ കുഴഞ്ഞു വീണ് മരിച്ചു. കണ്ണൻകാവിൽ വീട്ടിൽ 44 വയസ്സുള്ള പ്രമോദാണ് മരിച്ചത്. പട്ടികജാതി ക്ഷേമ സമിതിയുടെ ആഭിമുഖ്യത്തിൽ സിവിൽ സർവീസ് അക്കാദമി രൂപീകരിക്കുമെന്ന് ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ MK സുദർശൻ. K രാധാകൃഷ്ണൻ MP നാളെ തൃശൂരിൽ ഉദ്ഘാടനം നിർവഹിക്കും. നവനീതം കൾച്ചറൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ബൽരാജ് സോണി സംവിധാനം ചെയ്യുന്ന സീത എന്ന നാടകം തിങ്കളാഴ്ച അരങ്ങിലെത്തും. തൃശൂർ റീജിയണൽ തിയേറ്ററിലാണ് നാടകത്തിന്റെ പ്രദർശനം. ഇരിങ്ങാലക്കുട കളത്തുംപടി ദുർഗാദേവി ക്ഷേത്രത്തിൽ ശ്രീകോവിൽ സമർപ്പണവും പുനഃപ്രതിഷ്ഠയും നവീകരണ കലശവും ഈ മാസം 23 മുതൽ മെയ് 3 വരെ നടക്കും. താന്ത്രിക ക്രിയകൾക്ക് ക്ഷേത്രം തന്ത്രി നടുവത്ത് കൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. കുട്ടികളുടെ സമഗ്രശേഷി വികാസത്തിന് പ്രാധാന്യം നൽകുന്ന സ്റ്റാറ്റ് പ്രീ പ്രൈമറി വർണ്ണകൂടാരം ഗവൺമെന്റ് UP സ്കൂൾ പാവറട്ടിയിൽ യാഥാർത്ഥ്യമായി. MLA മുരളി പെരുന്നല്ലി വർണ്ണകൂടാരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വേലൂർ പഞ്ചായത്തിന്റെ അനാസ്ഥയ്ക്കെതിരെ വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പിന്തുണയോടെ ജനകീയ ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കും. പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയ്ക്കെതിരെയാണ് ജനകീയ മുന്നേറ്റത്തിന് കളമൊരുക്കുന്നത്. ഇരിങ്ങാലക്കുട കൂടൽമാണിക്യം ക്ഷേത്രോത്സവത്തോടനുബന്ധിച്ച് അവലോകന യോഗം ചേർന്നു. മന്ത്രി ഡോക്ടർ R. ബിന്ദു അധ്യക്ഷത വഹിച്ചു.
ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.